ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്കത് വായിച്ച് നോക്കിയാലോ? നാളുകളായി പണം അടച്ചിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ജോർജിൻ്റെ കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിവാഹം കഴിഞ്ഞ് ജോർജും ഭാര്യയും ജോലി സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും ജോലി കിട്ടി. അങ്ങനെ അവിടെ ശാന്തമായിട്ട് കഴിയുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വീടിൻ്റെ വാതിലിൽ ബാങ്കിൻ്റെ ജപ്തി നോട്ടീസ്. ഉടനെ ഞാൻ വീട് ശരിയാക്കി തന്ന ബ്രോക്കറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ താമസിക്കുന്ന വീടിന് ലോണ് ഉണ്ട്. വീടിൻ്റെ ഉടമ വളരെ ദൂരെയുള്ള ആളാണ്. നിങ്ങൾ തരുന്ന വീട്ടുവാടക സ്ഥിരമായി ബാങ്കിൽ അടയ്ക്കാൻ വേറെ ഒരു വ്യക്തിയെ ഏൽപ്പിച്ചിരുന്നു. ആ വ്യക്തി നാളുകളായി ബാങ്കിൽ അടയ്ക്കാത്തത് കൊണ്ടാണ് ജപ്തി വന്നിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ഞങ്ങളെ ഏറെ വിഷമത്തിലാക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം അറിയിച്ചു. ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് താമസം മാറണം. എത്ര കഷ്ടപ്പെട്ടാണ് ദൈവമേ ഈ വീട് തന്നെ കിട്ടിയത്. ഭാര്യ ആത്മകഥം ചെയ്തു. അടുത്ത ദിവസം അതാ എൻ്റെ വീട്ടിൽ നിന്ന് പപ്പ വിളിച്ചു പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ മാതാപിതാക്കൾ എത്തുന്ന ദിവസവും വീട് മാറേണ്ട അവസാന ദിവസവും ഒന്നാണ്. അതുകൂടി ശ്രദ്ധിച്ചപ്പോൾ ആകെ അസ്വസ്ഥമായി. ഞങ്ങൾ രണ്ടുപേരും പരിചയമുള്ള എല്ലാവരോടും വീട് അന്വേഷിച്ചു. 3 ആഴ്ചയോളം അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ആകെ സങ്കടം. ഇനി ഒരാഴ്ച മാത്രമേ ഉള്ളൂ വീടിന് കാലാവധി. എന്തായാലും അതിനുശേഷം വന്ന ഞായറാഴ്ച പതിവ് പോലെ ദേവാലയത്തിൽ പോയി. അന്ന് അവിടുത്തെ ഇടവക ദേവാലയത്തിൽ വാർഷിക ധ്യാനത്തിൻ്റെ അവസാന ദിവസമായിരുന്നു. ഞങ്ങൾ ആ ദിവസത്തെ ധ്യാനമേ കൂടിയുള്ളൂ. തിരിച്ചു വന്നതിന് ശേഷം ഒരു അങ്കിൾ പറഞ്ഞത് ഇപ്രകാരം, ഒരു വീട് കാണാൻ പോകണം. അങ്കിൾ ആ വീട് കിട്ടുമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പിൽ ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ വിളിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, എടാ ആ വീട് കിട്ടില്ല. അത് കേട്ടപ്പോൾ തന്നെ ധ്യാനം കൂടിയ എല്ലാ സന്തോഷവും പോയി. ആകെ നിരാശപ്പെട്ട് ഞങ്ങൾ തളർന്നിരുന്നു. അന്നത്തെ ധ്യാന പ്രസംഗം മാതാവിനെ കുറിച്ചായിരുന്നു. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥനയിൽ നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങൾ മാതാവിനോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണം. ധ്യാനഗുരു പറഞ്ഞ ഈ ഭാഗം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. ഉടനെ തന്നെ ഭാര്യയുടെ താൽപ്പര്യപ്രകാരം മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ മുട്ടുകുത്തി വീട് ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ കരഞ്ഞ് ജപമാല ചൊല്ലി. ഈ സാഹചര്യത്തിൽ മാതാവ് ഞങ്ങളെ കൈവിടില്ല എന്നുള്ള വിശ്വാസത്തിൽ നിന്നുള്ള നിലവിളിയായിരുന്നു. പിന്നീട് ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങി. വൈകുന്നേരം വീണ്ടും വീട് അന്വേഷിക്കാൻ ഇറങ്ങി. അങ്ങനെ നടക്കുമ്പോൾ ആദ്യം കണ്ട ഒരു ചെറിയ കടയിലെ വ്യക്തിയോട് അന്വേഷിക്കാൻ തോന്നി. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് ഉണ്ട്. ഇന്ന് ഒരു വീടിൻ്റെ കാര്യം ഒരാൾ എന്നോട് പറഞ്ഞു. അവർക്ക് ഉടനെ താമസക്കാരെ വേണമെന്ന് അവർ കൊടുത്തിരുന്ന ഫോൺ നമ്പറിൽ അയാൾ വിളിച്ച് സംസാരിച്ചു. വീട് ഏർപ്പാടാക്കി. 3 ആഴ്ച പലരിലൂടെ അന്വേഷിച്ചിട്ട് നടക്കാത്ത കാര്യം മാതാവിനോടുള്ള മാധ്യസ്ഥം വഴി ഏതാനും മണിക്കൂറുകൾക്കകം നടന്നു. എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. മാതാവ് ഇത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിന് ഉടനെ തന്നെ പറഞ്ഞ് വീട് പോയി കാണുവാനും ഇഷ്ടപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം വാടക ചീട്ട് എഴുതാനും സാധിച്ചു. സന്ധ്യാപ്രാർത്ഥനയിൽ ജപമാല ചൊല്ലിയെന്ന് പറഞ്ഞാലും ജപമാല പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയുണ്ടെന്നും മാതാവ് ഇത്രയും വേഗത്തിൽ ഇടപെടുമെന്നും അന്നാണ് അത്രയും ബോധ്യം വന്നത്. ആദ്യം താമസിച്ചിരുന്ന വീടിനേക്കാൾ നല്ലതും വാടക കുറവും ഉള്ള വീട് ആയിരുന്നു അത്. നാട്ടിൽ നിന്ന് മാതാപിതാക്കൾ വരുന്ന അന്നു തന്നെ ഞങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് താമസം മാറാനും സാധിച്ചു.
ഈ സംഭവത്തിന് ശേഷം എനിക്ക് ജപമാല പ്രാർത്ഥനയോടുള്ള വിരസത മാറി. ജപമാല പ്രാർത്ഥന വേഗത കുറച്ച് സ്ഫുടതയോടെ ചൊല്ലാൻ തുടങ്ങി. ലുത്തിനിയയുടെ വേഗതയും കുറച്ചു. അന്ന് വീട് ലഭിക്കാനുണ്ടായ താമസം മാതാവിൻ്റെ ഇടപെടൽ അറിയാൻ കാരണമായി. ഇന്നും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുട്ടിൽ നിന്ന് ആത്മാർത്ഥമായി ജപമാല ചൊല്ലും. ചില കാര്യങ്ങളിൽ മാതാവ് പെട്ടെന്ന് ഇടപെട്ടു തരും. ചിലതിൽ സാവകാശവും ഉത്തരം കിട്ടുന്നതുവരെ കാത്തിരിക്കാനുള്ള കൃപയും മാതാവിലൂടെ ഈശോ തന്നു. താമസിച്ചതുകൊണ്ട് ദൈവം വരാതിരിക്കുമെന്നോ മറുപടി ലഭിക്കാത്തതുകൊണ്ട് ദൈവം കേൾക്കുന്നില്ലെന്നോ കരുതേണ്ടതില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാം തിന്മയാണെന്ന് കരുതാതെ അതിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കും എന്ന ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം. അവിടുന്ന് സമസ്തവും അതതിൻ്റെ കാലത്ത് ഭംഗിയാകത്തക്കവിധം സൃഷ്ടിച്ചു. മനുഷ്യ മനസ്സിൽ കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് മാതാവിനോട് മാധ്യസ്ഥം യാചിക്കാം. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക്